നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു ഉപകാരമായൊരു വീഡിയോ ആയിട്ടാണ്. ഇന്ന് രാവിലെ തൊട്ട് മച്ചിങ്ങൽ ബൈപ്പാസിൽ നമ്മുടെ നാട്ടുകാർ കഴിഞ്ഞ ആഴ്ച എല്ലാവരും കൂടി സംയുക്തമായിട്ട് അടച്ച റോഡിൻ്റെ കുഴി ഉണ്ടായിരുന്നു. അത് വളരെ വളരെ മോശപ്പെട്ട രീതിയിൽ കുഴിയായിട്ടുണ്ട്. എന്നിട്ട് അവിടെ ചെറുവണ്ടിക്കാർ ഇപ്പോൾ വീണു. ഇന്ന് രാവിലെ തന്നെ 2 ബൈക്കിൽ വീണു. ഞാൻ അവിടുത്തെ ദൃക്സാക്ഷിയായിരുന്നു. ഒരു ഹോസ്പിറ്റൽ കൊണ്ടുള്ള സംവിധാനം ഉണ്ടാക്കി. ഏതായാലും ഭാഗ്യം കൊണ്ട് അവർക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. പിന്നെ അതിന് ശേഷം ഞാൻ മച്ചിങ്ങൽ അക്കബറിനെ വിളിച്ചു, വന്നു. പിന്നെ 2-3 ചാനലുകാർ വന്നു. ഏതായാലും വിഷയം എല്ലാവരും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശാശ്വത പരിഹാരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് എല്ലാവരും ആലോചിക്കും. ഒന്നില്ലെങ്കിൽ നമ്മൾ ജനകീയമായിട്ടൊരു റോഡ് ഉപരോധം ഉണ്ടാക്കുക, അങ്ങനെ നടക്കുള്ളൂ. ഞാൻ എന്നിട്ട് PWD ഓഫീസറെ ബന്ധപ്പെട്ട് ഓഫീസ് പറഞ്ഞു, ഞങ്ങൾക്കല്ല ഇതിൻ്റെ ഇൻചാർജ്, പാലക്കാട് AOനെ ഇൻചാർജ്. പാലക്കാട് വിളിച്ചപ്പോൾ പറഞ്ഞു അയാളെ മലപ്പുറത്തെ ഇൻചാർജ്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ജീവൻ വെച്ച് കളിച്ച ഇതിലൊക്കെ കൊടുങ്ങുന്നുണ്ട്. ഇന്നെപ്പോലത്തെ പോലത്തെ സാധാരണക്കാരാണ്. അപ്പോൾ അത് ഇതാക്കിയിട്ട് എല്ലാവരും ഇതിക്കൊന്ന് ശക്തമായിട്ട് ഇറങ്ങാം. കുഴി കാരണം 1.5 കുഴിയാണ്. ആ വഴിയിൽ ചെറിയ വണ്ടിക്കാരൊക്കെ പോകുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചോളി. ഓട്ടോറിക്ഷ, അതേപോലത്തെ ബൈക്ക്, ചെറുവാഹനങ്ങൾ, കാറ് വരെ ഒരു ഭാഗത്തേക്ക് ചെയ്ത് ലോറിയൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഒരു വീല് പൊങ്ങിയിട്ടാണ് പോയിട്ട്. അപ്പോൾ ഇതിന് ശാശ്വത പരിഹാരം വേണമെന്നുള്ള നിലക്കാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരമാവധി ഷെയർ ചെയ്തിട്ട് അധികാരികളുടെ മുന്നിൽ എത്തിക്കുക. അപ്പോൾ ഇതിന് വേണ്ട നടപടികൾ വേണമെന്ന് തന്നെയാണ് ഈ വീഡിയോ കണ്ടാൽ അധികാരികളുടെ മുന്നിൽ എനിക്ക് അറിയിക്കാനുള്ളത്. ആക്സിഡൻ്റായി. പിന്നെ അറിയാത്ത ആളുകൾ ഈ റോഡിന് പെട്ടെന്ന് ഷെയ്ക്ക് റോഡായതുകൊണ്ട് വരുമ്പോൾ പെട്ടെന്ന് ഈ കുഴി കാണുമ്പോൾ ചവിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് മുമ്പ് ഇതേപോലെ തന്നെ അപകടങ്ങളൊക്കെ ഉണ്ടായതാണ്. അന്ന് ഇതേപോലെ ചാനലുകൾ കൊണ്ടെടുത്ത് അപ്പോൾ അന്നൊരു പരിഹാരം കണ്ടു. അത് 2-3 ആഴ്ചകൾ കൊണ്ട് വീണ്ടും പഴയ പോലെ തന്നെ ആയി. അപ്പോൾ ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയില്ലെങ്കിൽ ഏതെങ്കിലും ജീവൻ പൊലിഞ്ഞിട്ട് ഇതിനൊരു പരിഹാരം കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ എന്ത് നടപടിയാണെങ്കിലും എത്രയും പെട്ടെന്ന് പിന്നെ ഇതിന് നടപടി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഭാഗത്തുനിന്നുണ്ടാവണം. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നമ്മൾ പരമാവധി സഹകരിച്ചു. കാരണം മണ്ണിട്ട സമയത്ത് അവർ പല രൂപത്തിലും ട്രാഫിക് നിയന്ത്രിച്ചും അതേപോലെ മണ്ണ് പിന്നെ ഇത് ചെയ്യാൻ നിരത്താനൊക്കെ വേണ്ടിയിട്ട് പല രൂപത്തിലും സഹായിച്ചു. അപ്പോൾ ഇത് ഐവൻ്റെ അതോറിറ്റി, അതേപോലെ കുടുംബരാജ് വകുപ്പ്, ഇതാരാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ അത് ഇതിന് പരിഹാരം എത്രയും പെട്ടെന്ന് കാണണമെന്നുള്ളതാണ് എൻ്റെ വിഷയം തരാം. അപ്പോൾ ഇത് വരുമ്പോഴേ കല്ലും മണ്ണും കുഴിയിൽ പറയാം. ഒരു ഉച്ചക്ക് വരും വിളിക്കേ കേട്ടോ.
നമ്മളെ മച്ചിങ്ങൽ ബൈപ്പാസ് റോഡിൻ്റെ സ്ഥിതിയാണത്. നാളെ നാട്ടുകാരൊക്കെ പാടെ റെഡിയാക്കിയിരുന്നു, റെഡിയായില്ല. ഇപ്പോൾ അത് പെരുഞ്ഞ് ബ്ലോക്ക് ആയതുകൊണ്ട് പോലീസ് ഇടപെട്ടുകൊണ്ട് ബ്ലോക്ക് ക്ലിയർ ആയിക്കൊണ്ട് നല്ല കുഴിയാണ്. ചെറിയ വണ്ടിക്കാരൊക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളിട്ടോ.